ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ലേറ്റസ്റ്റ് സിൽക്കി കോട്ട സാരീസിൻ്റെ കളക്ഷൻസ് ആണ്. സിൽക്കി കോട്ട സാരീസിന് ഒത്തിരി എൻക്വയറി വരാറുണ്ട് കേട്ടോ. ചില കളേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് എൻക്വയറി ഉണ്ട്. പിന്നെ ഒത്തിരി പേര് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. ചില സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള കളറൊന്നും കിട്ടാറില്ല. എന്നാലും അതായിട്ട് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഈ ഓൾറെഡി ചോദിച്ച ആൾക്കാർക്കൊക്കെ അതിൻ്റെ കളേഴ്സൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ കുറേ മുന്നേ ചോദിച്ചതൊക്കെ ആണെങ്കിൽ മറന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് കസ്റ്റമേഴ്സ് പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന്. ക്ലാസ്സിലായിരിക്കുന്ന സമയത്താട്ടോ വിളിച്ചിട്ട് കിട്ടാത്ത. അപ്പോൾ നിങ്ങൾ മാക്സിമം മെസ്സേജ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, സിൽക്കി കോട്ടയിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് വരുന്നൊരു കളറാണ്. ഇപ്പോൾ ഒത്തിരി പുതിയ കളേഴ്സൊക്കെ വരുന്നുണ്ട്. മാക്സിമം ഞാൻ ഇതിൻ്റെ കളർ കിട്ടുന്ന വിധത്തിൽ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറ് മാക്സിമം കിട്ടുന്ന വിധത്തിൽ എടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ല ഡാർക്കായിട്ടുള്ളൊരു ഗ്രേ കളറാണ്. എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രേ മിക്സായിട്ട് വന്നേക്കുവാണ്. അതായത് ഒരു സൈഡിലേക്കുള്ള ത്രെഡ് ബ്ലാക്കും ഒരു സൈഡിൽ ഗ്രേയും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 3 സാരിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സാരി ഞാൻ വന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു കസ്റ്റമർക്ക് അയച്ചായിരുന്നു. അതായത് നല്ലൊരു കളർ. അപ്പോൾ ചിലരിങ്ങനെ പറയാറുണ്ട് നല്ല ഷെയ്ഡ്സ് വരുവാണെങ്കിൽ അപ്പോൾ തന്നെ അയക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പുതിയ ഷെയ്ഡ്സ് അയച്ചു കൊടുക്കാറുണ്ട്. സെക്കൻഡ് വൺ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ചിക്കു ഷെയ്ഡാണ് കേട്ടോ. ചിക്കു ഷെയ്ഡ് തന്നെ 2 ടൈപ്പ് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇത് കുറച്ച് എനിക്ക് തോന്നി കുറച്ച് ഗോൾഡൻ ആയിട്ട് തോന്നി. പിന്നെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ചിക്കു ഷെയ്ഡ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ടൊരു ഡിഫറൻസ് ഒന്നും പറയാനില്ല. എന്നാലും ഇതാണ് എൻ്റെ ആക്ച്വൽ കളർ. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നൊരു കളറാണ് വൈറ്റ് കളർ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ ബ്ലാക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. കണ്ടോ, ഇത് ബ്ലാക്കിൻ്റെ വേറൊരു വെറൈറ്റി. അതായത് ബ്ലാക്ക് ആൻഡ് ചിക്കു മിക്സായിട്ട് വരുമ്പോൾ ഈ ഒരു ഷെയ്ഡിൽ വരും. പിന്നെ ബ്ലാക്കും ഗ്രേയും കൂടി മിക്സായിട്ട് വരുമ്പോൾ ഈ ഒരു ഷെയ്ഡിൽ വരും. കണ്ടോ, ഇതിൻ്റെ ബേസ് അതായത് ഒരു സൈഡിലേക്കുള്ള ത്രെഡ് ബ്ലാക്കും വരും. നെക്സ്റ്റ് സൈഡിലേക്കുള്ളത് ഒരെണ്ണത്തിൽ ചിക്കു ഷെയ്ഡ് വന്നിട്ടുണ്ട്, ഒരെണ്ണത്തിൽ ഗ്രേയും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ നല്ല ഭംഗിയായിട്ടുള്ള മെറൂൺ കളറ് വർക്ക് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. റെഡ് ആൻഡ് മെറൂണിൻ്റെ കോമ്പിനേഷൻ ഇട്ട് വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ചെയ്തതിൻ്റെ ഒരു സാരി ഫിനിഷ് ആയിട്ടുണ്ട്. ഞാനത് നിങ്ങളുടനെ തന്നെ കാണിക്കാം. അതായത് നല്ല ഭംഗിയായിട്ടുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ്. കണ്ടോ, ഈ ഗ്രീൻ കളറ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള കളറാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നൊരു കളറാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതെന്താ പറയുക, ഒരു ലൈറ്റായിട്ടുള്ളൊരു വൈൻ കളർ, പിങ്ക് ചേർന്നിട്ടുള്ള ഒരു ഒനിയൻ പിങ്ക് അങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു കളറായിട്ട് വരും. നെക്സ്റ്റ് വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡിൻ്റെ തന്നെ 2 കളറുണ്ട് കേട്ടോ. അതായത് ഇതൊരു ലൈറ്റായിട്ടുള്ള ലാവൻഡർ കളറ്, പിന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള ലാവൻഡർ കളർ. ഈ കാണുന്നത് കണ്ടോ, ഇതിൻ്റെ ഡിഫറൻസ്. ഈ കാണുന്ന ലൈറ്റും ഇത് കുറച്ച് ഡാർക്കായിട്ട് കണ്ടോ. അതുപോലെ തന്നെ ക്രീം കളറിൻ്റെ നമുക്ക് പറയുന്നത് നല്ല പ്യുവർ ഒരു ക്രീം കളർ എന്ന് പറയാൻ പറ്റിയത്. ഇത് കുറച്ചുകൂടി ഒരു ഗോൾഡൻ മിക്സ് ആയിട്ടുള്ള ക്രീം. പിന്നെ ഇത് നമുക്ക് കുറച്ചുകൂടി ഒരു ചന്ദന കളർ എന്നൊക്കെ പറയില്ല, ഒരു യെല്ലോ ചേർന്നിട്ടുള്ളൊരു കളറ്. പിന്നെ നെക്സ്റ്റ് വൺ, ഇതെല്ലാം ഞാൻ ഒറ്റ സ്ക്രീനിൽ കാണിക്കാൻ നോക്കാം. നെക്സ്റ്റ് വരുന്നത് വൈറ്റ്. കണ്ടോ, വൈറ്റ് വരുന്നുണ്ട്. പിന്നെ യെല്ലോ ചേർന്നൊരു ക്രീം വരുന്നുണ്ട്. പിന്നെ ഒരു ഗോൾഡൻ ചേർന്നൊരു ക്രീം വരുന്നുണ്ട്. ഇത് പ്യുവർ ക്രീം ആയിട്ടുള്ള കളറ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുക ഏത് കളറാണ് വേണ്ടതെന്ന് കേട്ടോ. അത് ചില സമയത്ത് കൺഫ്യൂഷൻ വരാറുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോസ് ഇടുമ്പോഴും ചില ടൈമിൽ കളർ വേരിയേഷനൊക്കെ വരാറുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ക്രീമിൻ്റെ ഷെയ്ഡ്സ്. വൈറ്റിലേക്ക് വരുന്നത് വൈറ്റ്.
നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ പിങ്ക്. ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് ടൊമാറ്റോ പിങ്കും ബേബി പിങ്കും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ബേബി പിങ്ക് കണ്ടോ ഡിഫറൻസ്. ഇതിൻ്റെ ചെറിയൊരു വേരിയേഷൻ വരുന്നൊരു കളറാണിത്. നെക്സ്റ്റ് വരുന്നത് നല്ല ചെക്സ് പോലെ വന്നിരിക്കുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ഇതിന് നമുക്ക് എന്താ പറയുക, സിൽവർ ആൻഡ് ഗ്രേ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ആക്ച്വൽ കളർ ഇതാണ് വരുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. പുതിയ ഷെയ്ഡ്സ് വരുമ്പോൾ നമ്മൾ പുതിയ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് വർക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ആ ഒരു ഭംഗി. ഇതൊക്കെയാണ് അപ്പോൾ ലേറ്റസ്റ്റ് സാരീസ്. ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടുക. എന്നുവെച്ചാൽ ചില കളേഴ്സ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നുവെച്ചാൽ ചിലതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളായിരിക്കും പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടിയെന്നൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ചിലതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് വർക്ക് ചെയ്യാനുള്ള സാരിയുടെ 2-3 കളേഴ്സൊക്കെയാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കസിൻസിന് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.